ഒരുപാട് പേരുടെ സംശയത്തിന് കാരണമാണ് ഇന്നത്തെ ഈ വീഡിയോ. ഹായ് ഫ്രണ്ട്സ്, ദിസ് ഇസ് മീ രമ്യ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വിപ്പിംഗ് ക്രീം എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. വളരെ എളുപ്പമാണ്. പക്ഷേ കഴിഞ്ഞ തവണ ഞാൻ വൈറ്റ് ഫോറസ്റ്റ് കേക്കും ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കും രണ്ടും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഈ രണ്ട് വീഡിയോയിലും ഞാൻ എങ്ങനെയാണ് വിപ്പിംഗ് ക്രീം ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ വിപ്പിംഗ് ക്രീം ഉണ്ടാക്കുന്നത് കാണിച്ചിരുന്നില്ല. അത് വീഡിയോയുടെ ലെങ്ത്ത് ഒരുപാടങ്ങ് കൂടി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് കാണിക്കാതിരുന്നത്. മാത്രമല്ല, അത് ഇപ്പോൾ തുടക്കക്കാർക്കാണ്, കേക്ക് ഉണ്ടാക്കി തുടങ്ങുന്നവർക്കാണെന്നുണ്ടെങ്കിൽ അത് ഇച്ചിരി ഹാർഡായിട്ട് തോന്നും. അപ്പോൾ ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ ആ രണ്ട് വീഡിയോസിലും അത് ഉൾപ്പെടുത്താണ്ടിരുന്നത്. അപ്പോൾ ഈ രണ്ട് വീഡിയോ, വൈറ്റ് ഫോറസ്റ്റും ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കും ഉണ്ടാക്കുന്ന വീഡിയോസ് കണ്ടിട്ട് എല്ലാവരും ഒരുപാട് പേര് ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ്, എങ്ങനെയാണ് ഈ വിപ്പിംഗ് ക്രീം ഉണ്ടാക്കുന്നത് എന്ന്. വളരെ എളുപ്പമാണ്. പക്ഷേ നമ്മൾ ഒരല്പം ശ്രദ്ധിച്ചാൽ നമുക്ക് വളരെ നന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് വിപ്പിംഗ് ക്രീം. അപ്പോൾ എങ്ങനെയാണ് വിപ്പിംഗ് ക്രീം ഉണ്ടാക്കുന്നത് എന്നാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. നിങ്ങളത് വാച്ച് ചെയ്യാം. ഒപ്പം തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ വിപ്പിംഗ് ക്രീം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പാത്രമാണ് എടുത്തിരിക്കുന്നത്. ഈ പാത്രവും പിന്നെ ഞാനിവിടെ വിസ്കാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ ഞാൻ വിസ്കും ഈ പാത്രവും രണ്ടും കൂടി ഒരു 4 മണിക്കൂറോളം ഏകദേശം ഫ്രിഡ്ജിനകത്ത് വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചിട്ടാണ് ഇവിടെ ഞാൻ ഇത് വിപ്പിംഗ് ക്രീം ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ പാത്രത്തിലോട്ട് നമ്മുടെ വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാം. ഞാൻ വിവോ റോയൽ ക്രീമിൻ്റെ വിപ്പിംഗ് ക്രീമാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ മുഴുവനായിട്ട് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വിസ്ക് ഉപയോഗിച്ച് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അതിന് മുമ്പായിട്ട് നമ്മൾ ഈ പാത്രത്തിന് ഒരു അതായത് ഈ പാത്രം ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു പാത്രത്തിൽ കുറച്ച് ഐസ് ഇട്ടിട്ടുണ്ട് ഞാൻ. ഈ ഐസ് ഇട്ട പാത്രത്തിന് മുകളിലാണ് ഞാനിപ്പോൾ നമ്മുടെ ക്രീം ഇരിക്കുന്ന പാത്രം പ്ലേസ് ചെയ്തിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ നമ്മൾ വിപ്പിംഗ് ക്രീം റെഡിയാക്കുമ്പോഴത്തേക്കും നമ്മുടെ ആ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുക, അതായത് ആ തണുത്ത ഒരു ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം, വിസ്ക് നന്നായിട്ട് റൊട്ടേറ്റ് ചെയ്യാം. വിസ്ക് ഉപയോഗിച്ച് ഇത് ബീറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ വച്ചിരിക്കുന്ന പാത്രം, അതായത് നമ്മൾ ക്രീം എടുത്തിരിക്കുന്ന പാത്രം നമ്മുടെ ഐസ് പാത്രത്തിൽ നിന്ന് വിട്ടു പോകാതെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ആ ഒരു തിക്നെസ്സും അതിൻ്റെ ആ നമ്മളെടുത്ത ക്രീമിൻ്റെ ഒരു ക്വാണ്ടിറ്റിയും കൂടി വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ എടുത്ത ക്വാണ്ടിറ്റിയെക്കാട്ടി കുറച്ചും കൂടി കുറച്ചുകൂടി ബൾക്കി ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇടയ്ക്ക് ബീറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്നതിന് ഇടയ്ക്ക് നമുക്കിപ്പോൾ കൈയൊക്കെ വേദനിക്കുകയാണെന്നുണ്ടെങ്കിൽ വേറൊന്നും ചെയ്യേണ്ട. നമുക്ക് കുറച്ച് നേരം ഇതേപോലെ നമുക്കിതിനെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നീട് നമുക്ക് എടുത്ത് ബീറ്റ് ചെയ്താലും മതിയാവും. ഇപ്പോൾ ഇത് കുറച്ചുകൂടി നല്ല കട്ടിയായിട്ടുണ്ട് നമ്മുടെ ക്രീം. നമുക്കത് നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നമ്മുടെ വിസ്ക് റൊട്ടേറ്റ് ചെയ്യുന്ന ആ ഒരു പാത്ത് നന്നായിട്ട് തെളിയുന്നുണ്ട്. അപ്പോൾ ഏകദേശം നല്ല രീതിയിൽ കട്ടിയായിട്ടുണ്ട് നമ്മുടെ ക്രീം. നോക്കി ആ വിസ്കിൽ ആ നേരത്തെ ഒഴുകിക്കൊണ്ടിരുന്ന ആ ഒരു ഫീലല്ല
ഇപ്പോൾ വിസ്കിൽ നിന്ന് വിട്ട് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളിവിടെ പൊടിച്ച പഞ്ചസാരയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ എപ്പോഴും പഞ്ചസാര നമ്മൾ ആഡ് ചെയ്യുമ്പോഴത്തേക്കും ഇപ്പോൾ ഒരുപാട് ക്രീമിന് ഒരുപാട് മധുരം ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും, വളരെ കുറച്ച് മധുരം ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ പഞ്ചസാര ആഡ് ചെയ്യുന്നത് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് നിങ്ങൾക്ക് പഞ്ചസാര ആഡ് ചെയ്യാം. നന്നായിട്ടൊന്ന് ആ പഞ്ചസാര മുഴുവൻ നമ്മുടെ ക്രീമുമായിട്ട് സെറ്റ് ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമ്മൾ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയാണ് എടുത്തത്, പക്ഷേ ഇപ്പോൾ നമുക്ക് ക്രീമായപ്പോൾ വളരെ നല്ലൊരു ക്വാണ്ടിറ്റി കിട്ടി. ഇനി നമുക്ക് ഈ പാത്രം ഒന്ന് കമിഴ്ത്തി നോക്കാം. നമ്മുടെ വിപ്പിംഗ് ക്രീം താഴെ വീഴുമെന്ന് നോക്കാം. വീണിട്ടില്ല. ഇത് തന്നെയാണ് നമ്മുടെ ക്രീമിൻ്റെ കൺസിസ്റ്റൻസി. അപ്പോൾ ഇവിടെ വളരെ എളുപ്പത്തിൽ നമ്മളിവിടെ വളരെ ഈസി ആയിട്ട് തന്നെ വിപ്പിംഗ് ക്രീം തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ വൈറ്റ് ഫോറസ്റ്റ് കേക്കോ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കോ ഏതാണെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇഷ്ടമുള്ള കേക്ക് തയ്യാറാക്കാനായിട്ട് ഒരു പാടുമില്ല. വിപ്പിംഗ് ക്രീം തയ്യാറാക്കാൻ അറിയാം, കേക്ക് തയ്യാറാക്കാൻ അറിയാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഒപ്പം തന്നെ ഇപ്പോൾ വിപ്പിംഗ് ക്രീം തയ്യാറാക്കുന്ന വീഡിയോ നിങ്ങൾ കണ്ട് നിങ്ങൾക്കത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. മാത്രമല്ല ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കും വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെയും 2 വീഡിയോസും കാണാത്തവർ കാണുക, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മാത്രമല്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അടുത്ത ആഴ്ച പുതിയൊരു റെസിപ്പിയുമായി ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. ദിസ് ഇസ് സൈനിങ് ഓഫ് രമ്യ.